ഹോസ്പിറ്റലില് ജാനകി ആന്റി. സിദ്ധു, ഞാൻ നോക്കാം. എന്താ? എന്താ ദേവിക? എന്താന്ന്? ഞാൻ എന്തോ സ്വപ്നം കണ്ടു. അത്രേ ഉള്ളോ? നീ പ്രാർത്ഥിച്ചു കിടന്നോ, ഒന്നും ആലോചിക്കണ്ട. ഒന്നും ആലോചിക്കണ്ടെന്ന് നിനക്ക് പറയാം, പക്ഷെ അവൾക്കറിയാം പലതും ആലോചിക്കാനുണ്ടെന്ന്. അമ്മേ, ഇപ്പൊ ഇതൊന്നും പറയണ്ട. ദേവിക ആകെ പേടിച്ചിരിക്കോ? ഇവളിവിടെ പേടിച്ചിരിക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ ഒരാൾ ജീവന് വേണ്ടി പെടുകയാ. ഏതാ വലുത്, ഇതോ അതോ? ഈ പേടി ഇവൾക്ക് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇപ്പൊ കിടന്ന് നിലവിളിക്കേണ്ടി വരില്ലായിരുന്നു. അമ്മ ഒന്ന് പോകാവോ പ്ലീസ്? ഞാനല്ല ഇവിടുന്ന് പോവേണ്ടത്. ഏതായാലും ഇവൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തുടങ്ങിക്കഴിഞ്ഞു. ഉണർന്നു കിടക്കുമ്പോ ഒന്ന് ആലോചിക്കേ. കഴിഞ്ഞതും ആലോചിക്കണം, വരാൻ പോകുന്നതും ആലോചിക്കണം. എന്നിട്ട് യുക്തമായ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. അവളെന്തോ സ്വപ്നം കണ്ട് നിലവിളിച്ചതാ ആ ദേവിക. എല്ലാത്തിന്റെയും തുടക്കം അവളിൽ നിന്നാ. പലരുടെയും ഒടുക്കം അവള് കാരണമായിരിക്കും. പക്ഷെ സിദ്ധു, ചന്ദ്രോത്ത് തറവാടിനൊരു കളങ്കം ഉണ്ടാവാൻ ഈ പ്രഭ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആര് വിചാരിച്ചാലും സാധിക്കില്ല. മീരെ ഞാൻ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. നന്ദനെ കൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയായിട്ട് വാഴിക്കും. എന്താ സിദ്ധു? എന്താന്ന് വെച്ചാ പറയേ. സിദ്ധു, ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഇനി മറ്റൊരാവശ്യം സിദ്ധുവിന്റെ മുമ്പിൽ വയ്ക്കില്ല. ഒറ്റ കാര്യം, ഒന്നേ ഒന്ന്.
മീരയും നന്ദനുമൊത്തുള്ള കല്യാണം. അതാണ് എന്റെ ആദ്യ അഭിലാഷം. അത് തന്നെയാ എന്റെ അന്ത്യാഭിലാഷവും. എനിക്ക് പൊന്നും പണവും പദവിയും ഒന്നും ഇനി വേണ്ട. നന്ദനും മീരയും തമ്മിലുള്ള വിവാഹം ഒന്ന് കണ്ടാൽ മാത്രം മതി. മീരമോളും മരണപ്പെട്ടെന്നാ അവളെ സ്വപ്നം കണ്ട അലറി വിളിച്ചത്. മീരയല്ല, ദേവിക മരിക്കേണ്ടത്. കൊല്ലണം അവളെ. സിദ്ധു, പ്രഭാന്നല്ലേ സിദ്ധു വിളിച്ചത്? ഒന്നുകൂടി വിളിക്ക് സിദ്ധു. പ്രഭയെന്ന് എന്നെ വിളിക്ക്. അവളെ ആ ദേവികയെ പറഞ്ഞതിന്റെ ദേഷ്യമാണോ? അവള് നമ്മുടെ കുടുംബത്തിന് ചേരില്ല സിദ്ധു. മാത്രമല്ല, മീരെ നമ്മൾ കൊച്ചുനാള് മുതൽ നന്ദന്റെ ഭാര്യയായിട്ട് കണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, സിദ്ധു ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ടി നിൽക്കണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ സിദ്ധു മീരയോട് സത്യങ്ങൾ പറഞ്ഞാ ദേ നോക്ക്, മീര ചെയ്തില്ലേ അതുപോലെ തന്നെ ഞാനും ചെയ്യും. പക്ഷെ എന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരില്ല. അതിനു മുൻപ് എന്റെ കണ്ണടഞ്ഞിരിക്കും. ഞാനിത് സിദ്ധുവിനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയാണെന്ന് കരുതരുത്. ദാ, ഒരിക്കൽ കൂടി ഈ താലിയിൽ തൊട്ടാ പറയുന്നത്. ഇത് കെട്ടിയ പുരുഷന്റെ മുന്നിലിരുന്ന് വ്യക്തമായി ഉറപ്പോടെ തന്നെ പറയുന്നു. മീരയോട് സിദ്ധു ദേവികയുടെ കാര്യം പറയുക എന്ന് വച്ചാ എന്നെ വഞ്ചിക്കുന്നു എന്ന അർത്ഥം. എന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചാൽ ഞാൻ പിന്നെ ഒരു നിമിഷം ഈ ലോകത്തുണ്ടാവില്ല. ഇത് സത്യം, സത്യം, സത്യം. ദേവികെ, നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ? ഒരു സ്വപ്നം കണ്ടിട്ടാണോ ഇങ്ങനെ? ചേച്ചി, എനിക്ക് ആകെ പേടിയാവുക. എന്തിന്? നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ പേടിക്കുന്നത്? ഞാൻ കാരണം ഈശ്വര, അവക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ. മനസ്സിൽ ചെറിയ തോതിൽ ആശ്വാസം കിട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നവരെ കുറിച്ച് ആലോചിക്കുക. നമ്മുടേത് അത്ര വലിയ കുഴപ്പമല്ലാന്ന് അപ്പ ആശ്വസിക്കാൻ സാധിക്കും. എന്നുവെച്ചാ എന്നെ കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന്. നിനക്കൊരു ഭർത്താവുണ്ട്, എന്തിനും കൂടെ നിൽക്കുന്ന ഭർത്താവ്. പക്ഷെ എനിക്കോ? ചേച്ചി, നീ കിടക്കാൻ നോക്ക്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് പേടിയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ കിടക്കാം. വേണ്ട ചേച്ചി, പോയിക്കോ. ഇപ്പൊ കുഴപ്പമില്ല. വേണ്ട ചേച്ചി. ശരി, പോവാം. നീ വിഷമിക്കാതെ കിടക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഗൗരി, ഗൗരി, എന്തിനാ മുരളിയേട്ടാ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നേ? ഇന്ന് കാപ്പിക്കുണ്ടാക്കിയത് പുട്ടും കടലയാ. വേഗം വന്നിട്ട് ദോശ വേണോന്ന് പറഞ്ഞാ അത് ഉണ്ടാക്കണ്ടേ? ഉമ്മ ദോശ ചുടുവാ, ഇപ്പൊ തരാം. അത് വിട്. നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കണ്ടിട്ട് വിളിച്ചതാ. എന്ത് വാർത്ത? ദാ കണ്ടില്ലേ, നിന്റെ ഇഷ്ടതാരം പ്രകാശ് മേനോൻ പോയി. ഇത് ഹോസ്പിറ്റലിലാണെന്നല്ലേ? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. രാത്രി TV ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. കഷ്ടമായിപ്പോയി. എങ്ങനെയാ സംഭവിച്ചതെന്ന് വ്യക്തതയില്ലെന്നല്ലേ പറയുന്നേ? ഇനി ഷൂട്ടിങ്ങിനൊക്കെ പുള്ളിക്ക് ഉടനെ പോകാൻ പറ്റുമോ? എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പ്രകാശിനെ. നല്ല മുറിവുണ്ടെന്നല്ലേ പറയുന്നത്. ശത്രുക്കളാരെങ്കിലും പള്ളക്ക് വെച്ച് താങ്ങിയായിരിക്കും. പുള്ളിക്കാരന് ശത്രുക്കളോ? ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു താരം വേറെ ഇല്ലെന്നല്ലേ പ്രകാശിനെ കുറിച്ച് എല്ലാരും പറയുന്നേ? ഇതിപ്പോ വല്ല ഗുണ്ടകളോ കള്ളന്മാരോ ഒക്കെ ചെയ്തതായിരിക്കും. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രതീക്ഷിക്കാം, പക്ഷേ വീട്ടുകാർക്കൊരു ഹോപ്പ് കൊടുക്കണ്ട. ഈ കുട്ടി ഡോക്ടറുടെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞേ? അതെ, റിലേറ്റീവ് ആണെന്ന് തന്നെ പറയാം. MLA സിദ്ധാർത്ഥ് സാറിന്റെ ഭാര്യ, എന്താ അവരുടെ പേര്? പ്രഭാവതി. അവരുമായി വളരെ അറ്റാച്ച്ഡ് ആണല്ലേ കുട്ടി? അതെ ഡോക്ടർ. സൂയിസൈഡിന് ശ്രമിക്കാൻ കാരണം എന്താണെന്നറിയോ? ഒന്നും വ്യക്തമായിട്ടറിയില്ല. ആന്റി, മീരക്കെങ്ങനുണ്ട്? അത് ഈ ഒരു ദിവസം കൂടി കഴിയട്ടെ എന്നെന്താ? ദേവിക ആകെ പേടിച്ചിരിക്കായിരിക്കും അല്ലേ? വിളിച്ചിരുന്നു, ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഈ ഒരു വിഷയം വെച്ച് വീട്ടിലെ സമാധാനം ഇല്ലാതാക്കും. എന്നോട് ഇന്നലെ രാത്രി അമ്മ ഉപദേശങ്ങൾ പോലെ കുറെ പറഞ്ഞു. ഞാനും പറഞ്ഞിട്ടുണ്ട്. ആന്റിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ? പ്ലീസ് ആന്റി, ഒന്ന് ഉപദേശിക്കേ. ഒന്ന് നോർമലായി പെരുമാറാൻ പറയാന്റി. ചില നേരത്ത് അമ്മ സംസാരിക്കുന്ന കേട്ടാ അന്യഗ്രഹത്തിൽ ആരോ വന്ന് സംസാരിക്കുന്ന പോലെ തോന്നും. ഞങ്ങളൊന്നും അമ്മയുടെ വീട്ടിലുള്ളവരെ അല്ലെന്ന് തോന്നും ആ സമയത്ത്. നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇല്ലാതായില്ലേ? അതിന്റെ ഒരു വിഷമം കാണും. എന്നെക്കുറിച്ച് എന്ത് പ്രതീക്ഷിച്ചെന്നാ ആന്റി? ഒരാൾ ആര് വിവാഹം കഴിക്കണമെന്ന് അയാളുടെ തീരുമാനമല്ലേ പ്രധാനം? വീട്ടുകാർക്ക് മോഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ നന്ദ? കാണും, പക്ഷെ അത് നമുക്കിഷ്ടാവണ്ടേ? ഞാനും ദേവിയും പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിച്ചു. മരുമകളായി വരുന്ന പെൺകുട്ടിയുടെ സ്വഭാവമല്ലേ ആദ്യം നോക്കേണ്ടത്. ദേവിയുടെ സ്വഭാവം എന്താന്ന് ആന്റിക്ക് അറിയാലോ. പണവും പ്രതാപം കുറവുണ്ടെന്നല്ലാതെ മറ്റെന്ത് കുറവാ ദേവിക്കുള്ളത്? വീട്ടുമര്യാദകൾ അറിഞ്ഞു പെരുമാറുന്ന ആളാ ദേവി. ആന്റി പറ, അമ്മയ്ക്ക് എന്തുകൊണ്ടാ ദേവി ഇഷ്ടമല്ലാത്തത്? ദുരഭിമാനം. ദുരഭിമാനം കാരണം ആ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. പോട്ടെ, എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഈ അവസ്ഥയിലും എത്തി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ആകെ ടയർഡാണല്ലോ.
രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കായിരുന്നില്ലേ? ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ. നന്ദൻ പൊയ്ക്കോ, ഇവിടെ ഞാനുണ്ടല്ലോ. വേണ്ട ആന്റി, വീട്ടിൽ നിന്ന് ആരെങ്കിലും വരട്ടെ, എന്നിട്ട് പോ. കുഴപ്പമില്ലടാ, ഞാൻ നോക്കിക്കോളാം. ഇല്ല, പ്രശ്നമില്ല. അമ്മ ഇപ്പൊ വരുമായിരിക്കും. അമ്മ വരട്ടെ. ഓക്കെ. മാധവേട്ടാ, ആകെ ഒരു വെപ്രാളം. എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ സംഭവം അവിടെ നടന്നിരിക്കുന്നത്. അതും നമ്മുടെ മോളെ ബാധിക്കുന്ന സംഭവം. നമുക്കതിൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല മാധവേട്ടാ. എന്താ അമ്മേ? അമ്മ എന്താ പറഞ്ഞേ? നമ്മുടെ മോളെ ബാധിക്കുന്ന പ്രശ്നമൊന്നോ? ആ, ഇതിപ്പോ ദേവി ചേച്ചി എങ്ങനെ ബാധിക്കുമെന്ന് അമ്മ പറയുന്നേ? മീര ചേച്ചിക്ക് വട്ടുകയറി വെയിൻ മുറിച്ചു. വല്ല കള്ളോ കഞ്ചാവോ അടിച്ചിട്ട് ചെയ്തതാവും. മോളെ, അല്ല, അങ്ങനെയുള്ള ചരിത്രം ഉണ്ടല്ലോ. മീര ചേച്ചി ഇപ്പൊ ചാകാൻ ശ്രമിച്ചതിന് എന്റെ ചേച്ചിക്ക് എന്താ? ശാരികെ, ഏത് സാഹചര്യത്തിലും നമ്മൾ മനസ്സിനെ അടക്കി നിർത്തണം. ഇങ്ങനെ വായിൽ വന്നൊന്നും വിളിച്ച് പറയരുത്. കൊള്ളാം, അമ്മയും കൊള്ളാം, അച്ഛനും കൊള്ളാം. ഒരാള് കളരിക്ക് പുറത്ത്, മറ്റേയാള് ആശാന്റെ നെഞ്ചത്ത്. നീ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിയുടെ കാര്യോർത്ത് എനിക്ക് ഒരു സമാധാനവും ഇല്ല. മാധവേട്ടാ, നമുക്ക് ആശുപത്രി ചെന്ന് ആ കുട്ടിയൊന്ന് കണ്ടാലോ? അല്ലെങ്കിൽ ഞാൻ നന്ദന്റെ അമ്മയെ ഒന്ന് വിളിക്കട്ടെ? ഓ, അമ്മയ്ക്ക് ആദ്യം ഇപ്പൊ എന്താ വേണ്ടേ? ആശുപത്രി പോണോ അതോ പ്രഭ ആന്റിയെ വിളിക്കണോ? രാധികെ, നിന്റെ സമാധാനത്തിന് ആ പ്രഭയുമായിട്ടൊന്ന് സംസാരിക്കുന്നത് നല്ലതാ. കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. എന്തിനാ കുറച്ച് കഴിയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. അല്ല, എടി വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. കോള് പോയി കഴിഞ്ഞു. എടി കട്ടി കട്ടി. റിങ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യാൻ അങ്ങോട്ട് എടുക്ക്. പ്രഭാവതിയ. അയ്യോ, സംസാരിക്ക് അമ്മേ. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ രാധികയാ, ദേവികയുടെ അമ്മ. എന്തു വേണം? അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു. മീരമോള് എന്തോ കടുങ്കൈ ചെയ്തു. ഇല്ല, കടുങ്കൈ ചെയ്തിട്ടില്ല. കടുങ്കൈ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ആന്റി, എന്താ? എന്തായാലും ഈ വിവരം അറിഞ്ഞത് മുതല് ഒരു സമാധാനം ഇല്ലാതെ നിൽക്കാ ഞാൻ. എന്റെ മോളെ പോലെ ഒരു കുട്ടിയല്ലേ മീരയും? അല്ല, നിങ്ങളുടെ മോളെ പോലെ അല്ല മീര. അതുകൊണ്ട് രണ്ടുപേരെയും കൂടി കമ്പയർ ചെയ്യണ്ട. എന്തിനാ വിളിച്ചത് അത് പറയേ. മോൾക്ക് പനിയാണെന്ന് കേട്ടു. പേടിച്ചിട്ട് വന്ന പനിയാണത്. തെറ്റ് ചെയ്തവർക്ക് പേടി വരും, സ്വാഭാവികം. ആ പേടിയിൽ നിന്ന് പനിയും വിറയലും ഒക്കെ വരും. മക്കളുടെ സ്വഭാവം രൂപീകരിക്കേണ്ടത് വീട്ടിലാ, അച്ഛനമ്മമാരാ. അവരുടെ ശ്രദ്ധ കിട്ടാതെ വളർന്നാൽ ഒരു സമയത്ത് പേടിച്ച് വിറച്ച് പുതച്ച് മൂടി കിടക്കേണ്ടി വരും. ഈ പേടി മാറാനൊരു മരുന്ന് ഞാൻ പറയാം. ദേവികയെ തിരികെ കൊണ്ടുപോകണം. ബാക്കി എല്ലാ കാര്യവും ഞാൻ മുന്നിൽ നിന്ന് നടത്തിത്തരും. ആന്റി, മോളെ, ഞാൻ ശാരികയാ. ആന്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ചേച്ചിയുടെ സ്വഭാവത്തെയും എന്റെ അച്ഛനമ്മമാരെ പറഞ്ഞതൊക്കെ കേട്ടു. ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായതേ ആന്റിയുടെ സ്വഭാവമാണ്. വേണ്ട, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എന്താടി പറഞ്ഞത്? പിന്നെ ചേച്ചിയെ വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞ കാര്യം അത് ആന്റിയുടെ സ്വപ്നത്തിൽ മാത്രം നടക്കും. ചേച്ചി അവിടെ നിൽക്കും.
ആ മീരേച്ചി തിരിച്ചു വന്നാ എന്തോ കടുങ്കൈ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ. ആന്റി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. ദേവി ചേച്ചിക്ക് ദോഷം വരുന്നല്ലേ? ഇങ്ങോട്ട് വാ. മാറ്. ഞാൻ രാധികയാ, ക്ഷമിക്കണം. അവള് പെട്ടെന്നുള്ള വിഷമത്തിൽ എന്തൊക്കെയോ പറഞ്ഞതാ. എല്ലാവരും കൂടി തീരുമാനിച്ച് നടത്തിയ നാടകം നന്നായിരുന്നു. എനിക്ക് രസിച്ചു. ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ചതല്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ച് കളിയാക്കായിരുന്നു. അയ്യോ, കളിയാക്കിയതൊന്നുമല്ല. ഇനി വരുന്നതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിക്കോ. നിക്ക്.